എറണാകുളം ജില്ലയിലെ വിദ്യാർത്ഥികളെല്ലാം കടുത്ത നിരാശയിലാണ്. പുതിയ എറണാകുളം കളക്ടർക്ക് എറണാകുളത്തെ വേണ്ടവണ്ണം മനസ്സിലായില്ല എന്നുള്ളത്. കനത്ത മഴ പെയ്യുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. മഴ പെയ്തതോടുകൂടി കുളമായി കിടന്ന റോഡുകൾ മുഴുവൻ വലിയ പുഴയായി മാറി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. എറണാകുളത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മാസങ്ങളായിരിക്കുകയാണ്. അതിനിടയിലാണ് മെട്രോയുടെ പണി വന്നിരിക്കുന്നത്. മെട്രോ പണിയുന്നവരുടെ അവകാശമാണ് റോഡ് മുഴുവൻ കുളമാക്കിയിടുക എന്നുള്ള രീതിയിലാണ് KMRL നീക്കം മുഴുവൻ. റോഡിന്റെ ഇരു സൈഡിലൂടെയും വാഹനത്തിന് പോകുവാൻ കുഴി നികത്തിയാൽ ഗതാഗതം സുഗമമായി നടന്നുകൊള്ളുമെന്ന് ആർക്കും നിർബന്ധമുള്ളത് പോലെയാണ് തോന്നുന്നത്. മുൻപ് പട്ടണത്തിൽ മെട്രോ റെയിൽ 1ാം ഭാഗം നടന്നപ്പോൾ മെട്രോമാന്റെ നേതൃത്വത്തിൽ ഇടവഴികൾ മുഴുവൻ ഭംഗിയായിട്ട് ആഡ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയതിനാൽ റോഡിലെ തിക്കും തിരക്കും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കാക്കനാട് നിന്ന് ഹൈക്കോടതിയുടെ പടിക്കൽ എത്തണമെങ്കിൽ 1 മണിക്കൂർ മുതൽ ഭാഗ്യമുണ്ടെങ്കിൽ 2 മണിക്കൂർ വരെ എടുക്കുന്നതായിരിക്കും. എന്തിനാണ് കളക്ടർ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല. കാരണം അധികാരം ഏറ്റെടുത്തിട്ട് കേവലം 4 ദിവസമായ ഒരു കളക്ടറോട് ചോദിക്കേണ്ട ചോദ്യമല്ല അത്. മുൻ കളക്ടർ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ കളക്ടർക്ക് ഇന്നേ ദിവസം കുട്ടികൾക്ക് ഒരു അവധി നൽകാമായിരുന്നു. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 1.5 ലക്ഷത്തിന് മുകളിൽ കുട്ടികളാണ് പഠിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് നിലവാര തകർച്ച ഉണ്ടായെങ്കിൽ അത് ഞങ്ങൾ ഇവിടെ പരിഗണിക്കുന്നില്ല. അവരവരുടെ വാഹനം ഉപയോഗിക്കുന്ന മാതാപിതാക്കളാണ് അവിടെ ഉള്ളത്. ഈ വാഹനങ്ങളെല്ലാം ഈ മോശമായ റോഡിൽ ഇറങ്ങി റോഡ് ബ്ലോക്ക് ആക്കേണ്ട കാര്യവുമില്ല. വിദ്യാർത്ഥികൾ എല്ലാവരും അത് ഓർത്തിരിക്കുന്നത് മുൻ കളക്ടർ ആയിരുന്ന ഷെയ്ഖ് പരീദിനെയാണ്. വിദ്യാർത്ഥികൾ ഇന്നും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ പറ്റി പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഷാർജ ഷെയ്ഖ് ആണ് എന്നാണ്. അത്ര സ്നേഹമായിരുന്നു വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തോട്. മഴക്കാർ വാനിലേറിയാൽ അദ്ദേഹം കുട്ടികൾക്ക് അവധി നൽകിയിട്ടുണ്ടായിരുന്നു. മഴയെ പേടിച്ചിട്ടല്ല, മറിച്ച് റോഡിന്റെ അവസ്ഥ കൃത്യമായി അറിയാവുന്ന കളക്ടർ ഷെയ്ഖ് പരീദ് റോഡിലെ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് മെട്രോയുടെ 1ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാലവുമായിരുന്നു. കളക്ടറുടെ ഉദ്ദേശം നല്ലതായിരുന്നു. കുട്ടികൾ അതിനെ മറ്റൊരു രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അന്ന് പത്രത്താളുകളിൽ കുട്ടികൾ അഭിപ്രായമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഷാർജ ഷെയ്ഖ് ആണ് എന്ന്. ഷെയ്ഖ് പരീദ് എവിടെയെങ്കിലും ഇരുന്ന് ഇത് ഓർമ്മിച്ച് ചിരിക്കുന്നുണ്ടാകും. അടച്ച മഴയാണ് ഇപ്പോൾ. കളക്ടർ കുട്ടികളോട് അനീതിയാണ് കാണിച്ചതെന്ന് കുട്ടികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ദിവസവുമാക്കുന്ന മാതാപിതാക്കളോട് അതിലും വലിയ അനീതിയാണ് കാണിച്ചത്. റോഡ് കുഴികൾ അടച്ചു നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ട നടപടികൾ കളക്ടർ അടിയന്തരമായി സ്വീകരിക്കണം. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിക്കണം. അധികാരം അത് ആവശ്യ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. മുത്തുകുന്ന് മുതൽ ഇടപ്പള്ളി വരെ നാഷണൽ ഹൈവേ 66 പണി നടക്കുന്നതിന്റെ ഇരുവശത്തും സഞ്ചാരയോഗ്യമായ പാത നിർമ്മിക്കുവാൻ കോൺട്രാക്ടർമാർ ബാധ്യസ്ഥരാണ്. അവരെ സഹായിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കണ്ണടച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും നീണ്ട ക്യൂ പാതകളിൽ കാണുന്നത്. കളക്ടർ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെട്ട് ഹൈവേയുടെ സമാന്തര പാതകൾ വേഗത്തിൽ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുന്നതിനോടൊപ്പം പട്ടണത്തിലെ പ്രത്യേകിച്ച് പാലാരിവട്ടം, ഇടപ്പള്ളി, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിൽ നിന്ന് കാക്കനാട്, തൃക്കാക്കര ഭാഗങ്ങളിലേക്കുള്ള ഇട റോഡുകൾ മുഴുവൻ അടിയന്തര പ്രാധാന്യത്തോടെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കുക തന്നെ വേണം. ഇടപ്പള്ളിയിൽ നിന്നും പൂക്കോട്ട് വഴിക്ക് പോകുന്ന റോഡിലൂടെ ഒരു ദിവസം സഞ്ചരിച്ചാൽ പിന്നീട് ആരും കൂടെ പോകത്തില്ല. പ്രത്യേകിച്ച് പൈപ്പ് ലൈൻ ജംഗ്ഷനിലും തൃക്കാക്കര അമ്പലത്തിന്റെ പരിസരത്തും അവിടങ്ങളിലെ കുഴികൾ നികത്തി റോഡിലുള്ള വീതി മുഴുവൻ പരമാവധി ഉപയോഗിച്ചാൽ തീരാവുന്ന വിഷയങ്ങൾ ഇതൊക്കെയുള്ളൂ. ഏതായാലും കുട്ടികൾ പറയുന്നത് ഒന്നേ ഉള്ളൂ, റോഡ് നന്നായാലും നന്നായില്ലെങ്കിലും ഞങ്ങളുടെ അവധിയുടെ കാര്യം കളക്ടർ അമ്മ മറക്കരുതേ എന്നാണ്.